രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ സമര സ്ഥലത്തെത്തി അവരുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. രാജ്യത്തെ ജനാധിപത്യത്തെ തച്ചു തകർക്കുന്ന നിലപാടാണ് മോദി സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും കീഴടങ്ങാൻ തയ്യാറല്ല. സമരം തുടരുക തന്നെ ചെയ്യും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതുതന്നെയാണ് രാജ്യത്തെ യുവജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും കണ്ട പ്രതിഷേധങ്ങൾ അതുതന്നെയാണ് മോദിയോട് രാജ്യത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഫെമിന ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫെമിന, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയും പകലുമെല്ലാം കണ്ടതാണ് രാജ്യ തലസ്ഥാനത്ത്, രാജ്യത്തെമ്പാടും, കേരളത്തിൽ, തിരുവനന്തപുരത്ത്, കോഴിക്കോട് എല്ലായിടത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം. ലോക്ഭവനിൽ മുന്നിലെ അരങ്ങേറിയ പ്രതിഷേധങ്ങൾ. ഒരേ ഒരു കാര്യം മാത്രമാണ്, രാജ്യത്തെ ജനാധിപത്യത്തെ തച്ചു തകർക്കുന്ന എല്ലാ ക്രമക്കേടുകൾക്കും, പ്രവേശന പരീക്ഷാ ക്രമക്കേടിൽ ഉത്തരവാദിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരം. 21 ദിവസം നിരാഹാര സമരം കിടന്ന സോനം വാങ്ചുക്കിനെ ഒരു വല്ലാത്ത രീതിയിൽ കടത്തിക്കൊണ്ടുപോയത്, അവിടെ തടങ്കലിലാക്കിയത് രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും നടക്കുകയാണ്. എംപിമാരുടെ വാക്കുകളുണ്ട്, രാജ്യത്തെ യുവജനതയുടെ രോഷം. എന്താണ് ദില്ലിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള മറ്റു വിവരങ്ങൾ? അതെ, ഇപ്പോൾ ദില്ലിയിലെ ജന്തർ മന്ദിറിൽ ആയിരങ്ങളാണ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഒരു ജനസാഗരം ഈ ദില്ലി ജന്തർ മന്ദിറിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ദില്ലി പോലീസ് സമരപ്പന്തൽ ഇവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ, ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്തു പോലീസ് ഇവിടെ നിന്ന് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് പോലീസ് ഇവിടെ നിന്ന് മാറ്റിയത്. എന്നാൽ വർദ്ധിത വീര്യത്തോടുകൂടി ഇപ്പോൾ ആയിരക്കണക്കിന് യുവാക്കൾ ഈ ദില്ലി ജന്തർ മന്ദിറിലേക്ക് തിരിച്ചെത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് ഐക്യദാർഢ്യമായിട്ടാണ് ഇപ്പോൾ ഇടത് എംപിമാർ വി ശിവദാസൻ എം പി, ജോൺ ബ്രിട്ടാസ് എം പി തുടങ്ങിയിട്ടുള്ള ഇടത് എംപിമാർ ഇപ്പോൾ ഈ ജന്തർ മന്ദിറിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധിക്കുന്ന ഇന്ത്യൻ യുവത്വത്തിന് ഐക്യദാർഢ്യവുമായിട്ടാണ് അവരുടെ സമരത്തോടൊപ്പം ഈ ഇടതുപക്ഷ പ്രസ്ഥാന പറയാൻ വേണ്ടി പിന്തുണയും നൽകാൻ വേണ്ടിയിട്ടാണ് ഇടത് എംപിമാർ ഇവിടെ എത്തിയിരിക്കുന്നത്. തുടക്കം മുതലേ ഈ ഒരു സമരത്തിൽ ഐക്യദാർഢ്യമുണ്ടായിരുന്നു. ഇടത് എംപി എല്ലാം ഐക്യകണ്ഠേനയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധത്തിന്, അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് പിന്തുണ നൽകിയത്. ഇപ്പോൾ ഇന്നലെ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായത്, പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായത്. ജന്തർ മന്ദിർ മുതൽ പാർലമെന്റ് സ്ട്രീറ്റ് വരെ ദില്ലിയുടെ നഗര വീഥികളെല്ലാം വിദ്യാർത്ഥികളെ കൊണ്ട്, ഈ യുവാക്കളെ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്നാൽ ആ പ്രതിഷേധത്തെ അടിച്ചമർത്താനായിരുന്നു പോലീസ് പ്രതിഷേധത്തെ അടിച്ചമർത്തുകയായിരുന്നു ചെയ്തത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് നേരിടേണ്ടി വരുന്നത് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. എന്നാൽ ആ അടിച്ചമർത്തലുകളെയൊന്നും വകവെക്കാതെ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകളെല്ലാം തകർത്തുകൊണ്ട് മുന്നേറുന്ന ഒരു യുവത്വത്തെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇന്നും നമ്മൾ ഈ ദില്ലി ജന്തർ മന്ദിറിൽ കാണുന്നതും അത് തന്നെയാണ്. നിരവധി പേർ, വിദ്യാർത്ഥികൾ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയവർ ഇന്ന് ഇവിടെ പ്രതിഷേധിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്ന, അത് പൂർവാധികം ശക്തിയോടെ തുടരുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.